നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇനി ഞാൻ കോഴിക്കോടാണുള്ളത്. നമ്മുടെ റഹീമിൻ്റെ ഉമ്മാൻ്റെ അടുത്തുള്ളത്. പൊന്നുമ്മ പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ കുട്ടീനെ എനിക്ക് കാണാൻ കിട്ടുമോ, എൻ്റെ കുട്ടീനെ കാണാൻ എങ്ങനെ അതിന് സാധിക്കുക എന്നുള്ളൊരു എന്താ ഞാൻ പറയാറില്ല. കരഞ്ഞുകൊണ്ടാണ് ഉമ്മ ചോദിക്കുന്ന ചോദ്യം. നമുക്കൊക്കെ മക്കളുണ്ട്, നമുക്കൊക്കെ കുടുംബമുണ്ട്. പക്ഷെ ആ ഉമ്മാൻ്റെ മകന് അത് കൽപ്പിച്ചുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് 18 കൊല്ലമായി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വധശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി 34 കോടി രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ അവസാനം വധശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ അനിയൻ കൂട്ടി നമുക്ക് ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കാരണം ആ ഉമ്മാൻ്റെ കണ്ണീര് നമുക്ക് പരിഹരിക്കാൻ കഴിയും. കാരണം ഏതൊരു മാതാവായാലും പ്രസവിച്ച്, കാരണം കുടുംബത്തിലേതാണ്ടല്ലോ പെര, ഈ വീട് എങ്ങനെയൊക്കെ എൻ്റെ കുട്ടികളെ കരകയറി രക്ഷപ്പെട്ട് ഗൾഫിലൊക്കെ പോയി കുടുംബം സുരക്ഷിതമാവുന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ്. അത് വലിയ അപകടത്തിൽ പെട്ടുന്ന കുടുംബം മുഴുവൻ കണ്ണീരിൽ മാത്രമാണ്. നല്ലവരായ നാട്ടുകാർ മുഴുവനും അവരെ കൊണ്ട് കഴിഞ്ഞു. കാരണം ആര് വിചാരിച്ചാലും 34 കോടിയാണ്. അതായത് ഇവരെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ ഈ കണ്ണീര് പടച്ചവൻ കാണാതിരിക്കില്ല, നമ്മളൊക്കെ കാണുന്നുണ്ട്. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ വയസ്സായ കാലത്ത് ആ ഉമ്മാക്ക് തണലും ആ മകനെ തിരിച്ചു കൊടുക്കാനും നമ്മൾ ഒറ്റക്കെട്ടായാൽ, നമ്മളെ നാട് ഒറ്റക്കെട്ടായാൽ, നമുക്കറിയാം നമ്മളെ പ്രവാസികൾ എത്ര കഷ്ടപ്പാടും വിഷമങ്ങളുള്ള ജോലിയൊക്കെ ആണെങ്കിലും പാവപ്പെട്ടവൻ്റെ വേദനകളും വിഷമങ്ങളും അവർ വീഡിയോയിൽ കൂടി മറ്റുള്ളവരിൽ കൂടി അറിയുമ്പോൾ അതിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവാസിയാണ് നമ്മളെ അതായത് സൗദിയിൽ അകപ്പെട്ടുള്ളത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട്. ആ ഉമ്മാൻ്റെ കണ്ണീരും ആ അനിയൻകുട്ടീൻ്റെ ജീവിതം, വിവാഹം പോലും കഴിച്ചില്ല, ചെറുപ്രായക്കാരനാണ്, അവൻ്റെ ജീവിതം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ പടച്ച അമ്പുരാനെ വിചാരിച്ച് ഈ പുണ്യ റമദാൻ മാസം നമ്മുടെ സക്കാത്തുകായും നമ്മുടെ സദക്കൊക്കെ ഏറ്റവും അർഹതപ്പെട്ട, അതായത് ഒരു ഉമ്മാൻ്റെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, ഒരു മോൻ്റെ ജീവന് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ മാർഗം. ഇൻഷാ അല്ലാഹ് ആ ഈ കരയിൽ നമുക്ക് കാണാൻ വയ്യ, നമുക്ക് അത്രയും വിഷമം തോന്നുന്നതാണ്. കാരണം നമ്മളൊക്കെ അമ്മമാരുണ്ട്, അവർക്കൊക്കെ മക്കളുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ കമ്മിറ്റി ആരാ ഇവിടെ ഉള്ളത്? പിന്നെ നമുക്ക് വേണ്ടിട്ടാണ്. ഇല്ല പടച്ചവൻ വലിയ ഇതിൽ പ്രത്യേകം പറയേണ്ടത്, നമ്മുടെ MA യൂസഫലിക്ക ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് കാരുണ്യപ്രവർത്തനം നടത്തണേ. MA യൂസഫലി സാറിനോട് ഒരു അഭ്യർത്ഥന, ഈ ഉമ്മാൻ്റെ ആഗ്രഹമാണ് ആ മോനൊന്ന് കാണണം. ആ കുടുംബം, അതായത് ആ മരണപ്പെട്ട മകൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബമായിട്ട് ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉമ്മാനെ നമ്മളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഒരു സംശയമില്ല, ആ കുടുംബം എങ്ങാനും മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ ഈ പൊന്നുമ്മാൻ്റെ കണ്ണീര് കണ്ട് ആ പരിഹാരമാകുമെങ്കിൽ MA യൂസഫലിക്ക് വിചാരിച്ചാൽ നടക്കും. ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ഇക്ക ഈ ഉമ്മാനെയും കൂടി ആ ഉമ്മാൻ്റെ മോനെ തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കാൻ കഴിഞ്ഞാൽ പുണ്യകരം അഭ്യർത്ഥിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട മജീദുണ്ട് ഇവിടെ. പ്രിയമുള്ളവരെ, നാസിർമാനൊക്കെ പറഞ്ഞതുപോലെ ഇത് കേരളം കണ്ട ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഇത്ര വലിയ ഒരു പ്രവർത്തനം കേരളത്തിൽ മൊത്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ചെറിയ തോതിലുള്ള ചികിത്സാ സഹായങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ കാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്താറുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ 18 വർഷമായി സൗദി കാരാഗ്രഹത്തിൽ തൻ്റെ ജീവന് വേണ്ടി പോരാടുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് ശ്രമിച്ചു. 3 കോടതികളാണ് അദ്ദേഹം കുറ്റവാളിയാണെന്ന് വീണ്ടും പറഞ്ഞത്. യാതൊരു നിലക്കും രക്ഷയില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് കുടുംബം എംബസിയെ സമീപിച്ചത്. എംബസി പരമാവധി ഇടപെട്ട് അവസാനം എംബസി ആ കുടുംബത്തുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ദിയാ പണം നൽകിയാൽ അവരെ മോചിപ്പിക്കാമെന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ത്യൻ പണം 34 കോടി രൂപ നമുക്ക് ഒപ്പിച്ച് ഒരു 1.5 മാസത്തിനുള്ളിൽ അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ നാസർ മാനുക്കയെ പോലെയുള്ള എല്ലാ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഈ ഉമ്മായുടെ കണ്ണീരൊപ്പാൻ അല്ലെങ്കിൽ ഉമ്മായെ ആസ്വദിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇന്ന് രാത്രിയും നാളെയും മറ്റന്നാളുമായി ഒരുപാട് കാരുണ്യ പ്രവർത്തകർ ഇങ്ങോട്ട് പ്രവഹിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇത് കണ്ട് ഈ കേരളത്തിനകത്തും പുറത്തും പ്രവാസികളായ ആളുകളും
ലോകമെമ്പാടുമുള്ള മലയാളികളും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളും ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി നിങ്ങളുടെ പലവെള്ളം പെരുതുള്ളിയായി മാറുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷ്യത്തിലുള്ള 34 കോടിയോളം എത്തിക്കാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് കമ്മിറ്റി ഉള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണം ഇവരെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് ഇത് വേറെ ഒരു തരത്തിലുള്ള ചാരിറ്റി രംഗത്തുള്ള തട്ടിപ്പോ അല്ലെങ്കിൽ സഹായിക്കണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അസ്സൻ മാനുക്കയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. Yes, ma'am.